പ്രവചനാതീതമായ നീക്കങ്ങളും അമ്പരപ്പിക്കുന്ന പ്രഖ്യാപനങ്ങളുമായി ട്രംപ് കളത്തിലിറങ്ങുമ്പോൾ ആഗോള ബിസിനസ് ലോകം ശ്വാസം അടക്കിപ്പിടിച്ച് കാത്തിരിക്കും. ഇത്തവണത്തെ ട്രംപിന്റെ പുതിയ ബോംബ് യൂറോപ്യൻ രാജ്യങ്ങൾക്ക് തലവേദനയാകുമ്പോൾ ഇന്ത്യയും ചൈനയും പോലുള്ള രാജ്യങ്ങൾക്ക് അത് ലോട്ടറിയാകുമോ എന്നതാണ് ഇപ്പോഴത്തെ സംസാര വിഷയം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ആഗോള വാണിജ്യ രംഗം ട്രംപിന്റെ ഒരു പ്രസ്താവനയെ ചൊല്ലി വൻ ചർച്ചകളിലാണ്. അതെ, എല്ലാ രാജ്യങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് 15% തീരുവ ചുമത്തുമെന്ന ട്രംപിന്റെ പുതിയ പ്രഖ്യാപനം യൂറോപ്യൻ യൂണിയന്റെയും UK-യുടെയും നെഞ്ചിടിപ്പേറ്റിക്കഴിഞ്ഞു. മുൻപ് US-മായി യൂറോപ്യൻ രാജ്യങ്ങൾ ഒപ്പുവെച്ച വ്യാപാര കരാറുകൾക്ക് എന്ത് സംഭവിക്കുമെന്ന ആശങ്കയിലാണ് ഇവർ. പല ഉൽപ്പന്നങ്ങൾക്കും തിരുവരഹിത കയറ്റുമതിയും മറ്റു ചിലതിന് 15% തിരുവയുമായിരുന്നു പഴയ ഡീൽ പ്രകാരം ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ എല്ലാവർക്കും 15% എന്ന പുതിയ ഫോർമുല വന്നതോടെ യൂറോപ്പിന്റെ പഴയ മധുരമുള്ള ഡീൽ പൊളിയുമോ എന്നാണ് അവരുടെ ആശങ്ക. അവരുടെ ആശങ്കകൾക്ക് ന്യായീകരണമുണ്ട്. പുതിയ നിയമം വന്നാൽ US-യുമായുള്ള വ്യാപാരത്തിൽ യൂറോപ്പിന് നിലവിലുള്ള മേൽക്കൈ നഷ്ടമാകും. എല്ലാവർക്കും ഒരേ തിരുവയാണെങ്കിൽ പിന്നെ എന്തിനാണ് ഈ കരാറുകൾ എന്ന ചോദ്യം യൂറോപ്യൻ രാജ്യങ്ങൾ ഉറക്കെ ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ US-യുമായുള്ള നിലവിലുള്ള വ്യാപാര ഡീലുകളിൽ നിന്ന് പിന്മാറുമെന്ന മുന്നറിയിപ്പും യൂറോപ്യൻ യൂണിയനും UK-യും നൽകിയിട്ടുണ്ട്. കാര്യങ്ങൾ അത്ര നിസ്സാരമല്ല എന്ന് യൂറോപ്യൻ പാർലമെന്റിന്റെ രാജ്യാന്തര വാണിജ്യ കമ്മിറ്റി അധ്യക്ഷൻ ബെർണാഡ് ലാംഗെ പറയുന്നു. ഇതൊരു താരിഫ് അരാജകത്വമാണ് എന്ന് അദ്ദേഹം സമൂഹ മാധ്യമങ്ങളിൽ തുറന്നടിച്ചു. ഒരു വ്യക്തതയുമില്ല, ചോദ്യങ്ങളും ആശയക്കുഴപ്പങ്ങളും മാത്രം എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നിലവിലുള്ള കരാറുകൾ നിലനിൽക്കുമ്പോൾ പുതിയ തിരിവുകൾ ചുമത്തുന്നത് നിയമപരമായി ശരിയാണോ എന്നും അദ്ദേഹം ചോദ്യം ചെയ്യുന്നു. സുപ്രീം കോടതിയുടെ ഒരു വിധിയിലൂടെ ചില തിരിവുകൾ റദ്ദാക്കപ്പെട്ടതിന് തൊട്ടു പിന്നാലെയാണ് ട്രംപിന്റെ ഈ പുതിയ നീക്കം എന്നതും ശ്രദ്ധേയമാണ്. യൂറോപ്യൻ രാജ്യങ്ങൾ ഈ ഷോക്കിൽ നിന്ന് മുക്തരാകാൻ ശ്രമിക്കുമ്പോൾ ഈ പുതിയ താരിഫ് നയം ഇന്ത്യയെയും ചൈനയെയും പോലുള്ള രാജ്യങ്ങൾക്ക് പുതിയ വാതായനങ്ങൾ തുറക്കുമോ എന്ന ചോദ്യം ഉയരുന്നുണ്ട്. നേരത്തെ അമേരിക്കയുമായി വ്യാപാര ചർച്ചകൾ നടത്തുന്ന ഇന്ത്യയും ഈ കോടതി വിധി പഠിച്ച ശേഷം മുന്നോട്ടു പോകാം എന്ന നിലപാടിലായിരുന്നു. എന്നാൽ എല്ലാ രാജ്യങ്ങൾക്കും ഒരേ നിരക്കിൽ തിരിവ വരുമ്പോൾ നിലവിൽ ഉയർന്ന താരിഫ് നേരിടുന്ന രാജ്യങ്ങൾക്ക് ഇത് ഒരു തരം പുതിയ തുടക്കമായി മാറിയേക്കാം. അങ്ങനെയെങ്കിൽ ട്രംപിന്റെ ഈ നീക്കം യൂറോപ്പിന് കരിനിഴലാകുമ്പോൾ ഏഷ്യൻ ശക്തികൾക്ക് അത് വെളിച്ചമാകുമോ എന്ന് കണ്ടറിയണം. എന്തായാലും ട്രംപിന്റെ ഈ പുതിയ വ്യാപാര കളി ആഗോള സാമ്പത്തിക ഭൂപടത്തിൽ എന്തെല്ലാം മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു. യൂറോപ്പ് പുതിയ ഡീലുകൾ തേടുമോ അതോ ട്രംപ് തന്റെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുമോ? ഈ ആഗോള ട്രേഡ് പോരാട്ടത്തിന്റെ അടുത്ത അംഗം എങ്ങനെയാകും? ആരുടെ കളി ജയിക്കും? എന്തായാലും നമുക്ക് ആകാംക്ഷയോടെ കാത്തിരിക്കാം.